പിശാചി കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. ജമാഅത്തെ ഇസ്ലാമിക്കാരോട് വ്യക്തിപരമായോ പാർട്ടിപരമായോ ആ നിലക്കുള്ളൊരു വിദ്വേഷം കൊണ്ടല്ല ഈ സംസാരിക്കുന്നത്. എന്താ അവർ തിരുത്താത്തത്? ഇപ്പോഴും പത്രങ്ങളിൽ ഈ നഗ്നകളായ സ്ത്രീകളുടെ പരസ്യം നൽകിയിട്ട് അതിലൂടെ പത്രം വിറ്റ് കാശാക്കുന്നുവെങ്കിൽ, ഓ പ്രിയപ്പെട്ട സഹോദരാ, എന്ത് പണമാണ് നീ സമ്പാദിക്കുന്നത്? ഇത് സ്വർഗത്തിലെത്താൻ തടസ്സമാവില്ലേ? ഇത് നരകത്തിലേക്ക് എത്തിക്കില്ലേ? അതേപോലെ തന്നെ അതാ എന്തെല്ലാം സംഭവങ്ങളാണ് ലോകത്ത് പല രൂപത്തിലുള്ള കാര്യങ്ങളിലൂടെയായി ഈ സ്ത്രീകളുടെ നഗ്നതാ പ്രദർശനത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അതേ അവസരത്തിൽ ഒരു കൂട്ടർ ഇങ്ങനെ ഇസ്ലാം അനുവദിച്ചതിന് പോലും പുറത്തിറങ്ങാൻ പാടില്ലെന്നും പറയുന്നു. ഒരു കൂട്ടർ പെണ്ണുങ്ങളെ പച്ച തെരുവിലേക്ക് മോശപ്പെട്ട നിലക്ക് വലിച്ചഴക്കുമ്പോ ഇസ്ലാം ആ സ്ത്രീകൾക്ക് പോകാൻ അനുവാദം നൽകിയിടത്തേക്കും പോകാൻ പാടില്ലെന്ന് പിടിവാശി പിടിച്ചുകൊണ്ട് ഇസ്ലാം അനുവദിക്കാത്തിടത്തേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്ന പാർട്ടിക്കാരതാ പെണ്ണിന് അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഇസ്ലാമിന്റെ മര്യാദ പാലിച്ചുകൊണ്ടും പോയാൽ അവരെ ഗുണ്ടാ നിയമപ്രകാരം അതാ കയ്യൂക്കുകൊണ്ട് നേരിടാൻ ശ്രമിക്കുന്നു. പെണ്ണുങ്ങൾ പള്ളിയിൽ പോയാൽ, പെണ്ണ് ജുമാക്ക് വന്നാൽ, പെണ്ണ് ജമാഅത്തിന് വന്നാൽ ഞങ്ങൾ കയ്യൂക്ക് കൊണ്ട് നേരിടും എന്ന് പറയാൻ ചിലർക്ക് തോന്നിയെങ്കിൽ അത് ഇസ്ലാമിന്റെ നേരെയുള്ള കയ്യേറ്റമല്ലേ? അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറയുന്നത്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അല്ലാഹുവിന്റെ ദാസികളെ, അല്ലാഹുവിന്റെ ദാസികളായ പെണ്ണുങ്ങളെ നിങ്ങൾ തടയരുതേ. അല്ലാഹുവിന്റെ പള്ളികളിലേക്ക് അവരെ നിങ്ങൾ തടയരുതേ. ഭർത്താക്കന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളിൽ ഒരാളുടെ ഭാര്യ നിങ്ങളോട് പള്ളിയിലേക്ക് പോകാൻ പെർമിഷൻ ചോദിച്ചാൽ, അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയല്ല, നിങ്ങൾ അവൾക്ക് അനുവാദം നൽകണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുമ്പോ ചിലര് പറയുന്നു, ഇല്ല ഇല്ല, പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കൂല. അങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? ഇസ്ലാമിലുണ്ടോ പ്രിയപ്പെട്ടവരെ അങ്ങനെ പെണ്ണ് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പാടില്ല? ലോകത്തുള്ള പള്ളികളുടെയൊക്കെ കേന്ദ്രം മസ്ജിദുൽ ഹറാമാണ്. ഒന്നാമത്തെ പള്ളി അതാ ഏറ്റവും വലിയ പുണ്യമുള്ള 1,00,000 പ്രതിഫലം കിട്ടുന്ന പള്ളിയാണ് മക്കയിലെ പള്ളി. 2ാം സ്ഥാനം മദീനത്തെ മസ്ജിദുൻ നബവിയാണ്. 3ാം സ്ഥാനം അതാ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്നറിയപ്പെടുന്ന മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 പള്ളികളിലും അതാ അന്ന് തൊട്ട് ഇന്ന് വരെ ജുമാഅക്കും ജമാഅത്തിനും സ്ത്രീകളുണ്ട്. ഇതാ ഇന്നത്തെ മഗ്രിബിനും ഇന്നത്തെ ഇശാക്കും വരെ പങ്കെടുത്തിട്ടുണ്ടാവില്ലേ? അതാ ലൈവ് പ്രോഗ്രാം ആയിക്കൊണ്ട്, മുബാശറായിക്കൊണ്ട് അൽ മംലക്കത്തുൽ അറബിയ്യത്ത് സഊദിയ, സഊദി ഗവൺമെന്റിന്റെ ചാനൽ കാണാൻ അവസരം കിട്ടാറുള്ള ആളുകൾക്ക് കണ്ടുകൂടെ? അവിടുത്തെ ജമാഅത്ത് നടക്കുന്നില്ലേ? ജുമാ നടക്കുന്നില്ലേ? മദീനത്തെ പള്ളിയിൽ പങ്കെടുക്കുന്നില്ലേ? ബൈത്തുൽ മുഖദ്ദസിൽ പങ്കെടുക്കുന്നില്ലേ? ഇസ്ലാം അവർക്ക് അനുവദിച്ച കാര്യം ഹറാമാണെന്ന് പറയാൻ, അത് നിഷിദ്ധമാണെന്ന് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? ആർക്കും അധികാരമല്ല, ആർക്കും അധികാരമില്ല. പെണ്ണ് വീട്ടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം എന്നാണോ? അങ്ങനെയുണ്ടെങ്കിൽ തന്നെ ആ പെണ്ണിന് പുറത്തിറങ്ങിക്കൂടാ എന്നുണ്ടോ? ആവശ്യത്തിനൊരു പെണ്ണിന് പുറത്തിറങ്ങിക്കൂടെ? ആവശ്യങ്ങളിൽപ്പെട്ട ഒരാവശ്യമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ പറയുന്നു, വലാ തഖ്റുജ്ന, പെണ്ണുങ്ങൾ പുറത്തു പോകരുത് ആവശ്യത്തിനല്ലാതെ. എന്നിട്ട് തുടർന്നുകൊണ്ട് പറയുന്ന വാചകം എന്താണ്? വമിനൽ ഹവായിജി ശർഇയ്യ അസ്സലാത്തു ഫിൽ മസ്ജിദി ശർതിഹാ എന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നു. ശർഈയായ ആവശ്യങ്ങളിൽപ്പെട്ടതാണ്. ആവശ്യത്തിനല്ലാതെ പെണ്ണ് പുറത്തു പോകരുത്. ശർഈയായ ആവശ്യങ്ങളിൽപ്പെട്ടതാണ്, മതപരമായ ആവശ്യങ്ങളിൽപ്പെട്ടതാണ് പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടൽ. പക്ഷേ അതിന്റെ ഷർത്ത് പാലിക്കണം എന്നേയുള്ളൂ. പെണ്ണ് പുറത്തിറങ്ങുമ്പോ ഔറത്ത് വെളിവാക്കിക്കൊണ്ട് ഇറങ്ങിക്കൂടാ, ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ ഇറങ്ങിക്കൂടാ, ഹറാമായ
വഴുതലക്ക് അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങിക്കൂടാ. പളപളപ്പുള്ള വസ്ത്രം ധരിച്ച് സീനത്ത് വെളിവാക്കിക്കൊണ്ട് ആളുകളെ വശീകരിക്കാൻ, കാലിലണിഞ്ഞ പാദസരം കിലുക്കിക്കൊണ്ട്, കൈകളിലണഞ്ഞ വളകൾ കിലുക്കിക്കൊണ്ട് അങ്ങനെ അവർ കാലുകളും കൈകളും കൊട്ടി നടന്നുകൂടാ. കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിച്ചുകൂടാ. ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പെണ്ണിന് പോകാം. ഇതാ ഇസ്ലാമിന്റെ നിയമം. ഈ നിയമത്തെ പാടില്ലെന്ന് പറയാൻ ആർക്കാ അധികാരം? ഏത് പള്ളി കമ്മിറ്റിക്കാ അധികാരം? ഏത് സംഘടനക്കാ അധികാരം? ഏത് വിദ്യാർത്ഥി യൂണിയനാ അധികാരം? ഏത് രാജ്യത്തുള്ള ആർക്കാ അധികാരം? ഒരാൾക്കും അധികാരമില്ല. ഇസ്ലാം അനുവദിച്ചൊരു കാര്യം പാടില്ലെന്ന് പറയാൻ ആർക്കാ അധികാരം? അള്ളാഹു ഹലാലാക്കിയൊരു കാര്യം ഹറാമാക്കാൻ ആർക്കധികാരം? ഒരാൾക്കും അധികാരമല്ല. പടച്ച റബ്ബ് അനുവദിച്ചത് ഹറാമാണെന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ല, അധികാരമില്ല. അതേ അവസരത്തിൽ പുരുഷന്മാരെ പോലെ സ്ത്രീകളോട് നിങ്ങൾ ജുമാക്ക് പോയേ പറ്റോ, ജമാഅത്തിന് പോയേ പറ്റോ എന്ന നിർബന്ധം അവർക്കല്ല കൊടുത്തിട്ടില്ല. കാരണം പ്രകൃതിപരമായി തന്നെ ഒരുപാട് പോരായ്മകളും ഒരുപാട് പ്രത്യേകമായ തടസ്സങ്ങളും ഉള്ളവരാണ് സഹോദരിമാർ. അതുകൊണ്ട് ആണുങ്ങളെപ്പോലെ അവരോട് നിർബന്ധിച്ചിട്ടില്ല. അതേ അവസരത്തിൽ വന്നാലവർക്കും കൂലിയില്ലേ? കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുതലഫിയാത്തിൻ ബിമുറൂതിഹിന്ന വയൻഖലിബുന ഇലാ ബുയൂതിഹിന്ന ഹീന യഖ്ദീന الصلاة വലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസി. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ അവരുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു. എന്താണ് അതിന്റെ ആശയമെന്നോ? സത്യവിശ്വാസിനികളായ സ്ത്രീകളുടെ പതിവായിരുന്നു, സത്യവിശ്വാസികൾ മോമിനത്തുകളായ മോശക്കാരായ പെണ്ണുങ്ങളുടെ പണിയായിരുന്നു എന്നല്ല. വാചകം എന്റെ മുസ്ലിമീങ്ങൾ കേട്ടോ. കുന്ന നിസാഉൽ മുഅ്മിനാത്തി, കുന്ന നിസാഉൽ മുഅ്മിനാത്തി, സത്യവിശ്വാസിനികളായ സഹോദരിമാരുടെ പതിവായിരുന്നു. അവരെന്ത് ചെയ്തിരുന്നു? കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഫജ്രി. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ ഫജ്ർ നിസ്കരിക്കാൻ, സുബഹി നിസ്കരിക്കാൻ സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങൾ പോകാറുണ്ടായിരുന്നു, അവര് ഹാജരാകാറുണ്ടായിരുന്നു. എന്നിട്ടോ വയൻഖലിബുന ഇലാ ബുയൂതിഹിന്ന, നിസ്കാരം കഴിഞ്ഞിട്ട് അഥവാ ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ആ പെണ്ണുങ്ങൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നു. എങ്ങനെയാണെന്നോ? വയൻഖലിബുന ഇലാ ബുയൂതിഹിന്ന ഹീന യഖ്ദീന الصلاة ولا يعرفهن أحد من الغلس. ഇരുട്ട് കാരണത്താൽ ഈ പോകുന്ന പെണ്ണേതാണെന്ന് അറിഞ്ഞിരുന്നില്ല. അത്രക്കും ഇരുട്ടുള്ള നേരത്ത് പെണ്ണ് പള്ളിയിൽ വന്നു പോകുന്നു. ഇരുട്ടുള്ള നേരത്ത് പെണ്ണ് പള്ളിയിൽ വന്ന് നിസ്കരിച്ചു പോകുന്നത് അല്ലാഹുവിന്റെ റസൂൽ ഹറാമാക്കിയിട്ടില്ലെങ്കിൽ പകൽ സമയത്ത് പോകുന്നതിൽ പ്രശ്നമെന്താണുള്ളതെന്ന് പണ്ഡിതന്മാരവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് വിശദീകരിച്ചപ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ലേ? അവർക്കൊന്നും തിരിയാത്തവർ ഇസ്ലാമാണോ ഇന്ന് ചില കുട്ടികൾക്ക് തിരിഞ്ഞത്, ഇന്ന് ചില നേതാക്കൾക്ക് തിരിഞ്ഞത്, ഇന്ന് ചില പണ്ഡിതന്മാരെന്ന് പറയുന്നവർക്ക് തിരിഞ്ഞത്? അതേ ആളുകൾ തന്നെ പെണ്ണേ നീ പള്ളിയിൽ വരൽ ഹറാമാണെന്ന് പറയുന്ന അവര് തന്നെ വന്നോ പെണ്ണേ ഉറൂസിന്, വന്നോ പെണ്ണേ ജാറത്തിലേക്ക്, വന്നോ പെണ്ണേ അണ്ട നേർച്ചക്ക്, വന്നോ പെണ്ണേ ദിക്ർ ഹൽക്കക്ക്, വന്നോ പെണ്ണേ സ്വലാത്ത് മജ്ലിസിലേക്ക്, വന്നോ പെങ്ങളെ എന്നും പറഞ്ഞ് വയലിന്റെ സദസ്സിലേക്കും ദിക്റിന്റെ സദസ്സെന്ന് പറയപ്പെടുന്ന അവരുടെ വേദികളിലേക്കും സലാത്ത് മജ്ലിസ് എന്ന് പറയുന്ന അവരുടെ വേദികളിലേക്കും അതുപോലെ തന്നെ ആണ്ട് നേർച്ചയിലേക്കും ഉറൂസിലേക്കും ചന്ദനക്കുടത്തിലേക്കുമൊക്കെ പെണ്ണുങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്ന ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന കക്ഷികൾ അവരിത് മാത്രം പറയുന്നുവെന്ന് പെണ്ണേ പള്ളിയിൽ പോയിക്കൂടാ, ഹറാമ് തന്നെ. ഈ പരിഹാസം, ഈ ഹറാമാക്കൽ ആർക്കാ അധികാരം?
എന്നിട്ട് അവർ പരിഹസിക്കുന്നു, സലഫികൾക്ക് പെണ്ണുങ്ങളി വള്ളിയിലില്ലെങ്കിൽ പെണ്ണിന്റെ വളകിലുക്കം കേൾക്കാൻ ഞാൻ സലഫികൾക്ക് ഖുതുബ വരൂല, നിസ്കാരം വരൂല. എത്രത്തോളം പറഞ്ഞു, സലഫികളുടെയൊക്കെ നിസ്കാര തഴമ്പ് പരന്നിട്ടാണ് പോലും. കാരണം എന്താ, പെണ്ണ് അവിടെയാണോ വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എന്ന് നെറ്റി ഭൂമിയിൽ വെച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നെറ്റിയളക്കുമ്പോ അവന്റെ നെറ്റിത്തടത്തിലെ നിസ്കാരത്തഴമ്പ് അങ്ങനെയാണെന്നവര് അള്ളാന്റെ റസൂല് അനുവദിച്ച ഈ അനുവാദത്തിന് അനുവാദം കൊടുത്തതിന്റെ പേരിൽ സലഫികളെ നിങ്ങൾ പരിഹസിച്ചോ? ആ പരിഹാസം മുഴുവൻ ചെന്ന് മുട്ടുന്നത് ഞങ്ങളിലേക്കല്ല, അല്ലാഹുവിന്റെ റസൂലിലേക്കാണെന്ന് സൂക്ഷിച്ചോ. അവിടുന്നാണ് അനുവാദം കൊടുത്തത്. ആ അനുവാദം ഇല്ല എന്ന് പറയാൻ ആർക്കാടോ അധികാരം? ആർക്കെങ്കിലും അധികാരമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നന്നായി ആലോചിച്ചോ. പെണ്ണിന് ഇറങ്ങേണ്ടിടത്തേക്ക് ഇറങ്ങാം, പക്ഷേ അതിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ടാവണം. ഈദ്ഗാഹിലേക്ക് പോവുകയാണെങ്കിലും പള്ളിയിലേക്ക് പോവുകയാണെങ്കിലും പ്രസംഗം കേൾക്കാൻ വരികയാണെങ്കിലും ആസ്പത്രിയിലേക്ക് പോവുകയാണെങ്കിലും കല്യാണ പന്തലിലേക്ക് പോവുകയാണെങ്കിലും പാർക്കിലേക്കും ബീച്ചിലേക്കും പോവുകയാണെങ്കിലും കോളേജുകളിലേക്ക് പോവുകയാണെങ്കിലും എവിടേക്ക് പോവുകയാണെങ്കിലും ഇസ്ലാമിന്റെ മര്യാദ പാലിച്ചുകൊണ്ടല്ലാതെ ഒരു പെണ്ണും പുറത്തിറങ്ങിക്കൂടാ. അത് ഇസ്ലാമിന്റെ കണിശമായ നിയമം തന്നെ. അതിനെതിരെ ഒരാളും ചെയ്യാൻ പാടില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അതല്ലാത്ത മറ്റു പല എല്ലാ കാര്യത്തിനും അനുവാദം കൊടുക്കുക, എന്നിട്ട് എല്ലാ മോശമായ പ്രവൃത്തികളും ചെയ്യുക, ഇതെന്ത് ഇസ്ലാമാ? അതൊരിക്കലും ഇസ്ലാമല്ല. അതുകൊണ്ട് എന്ത് ശ്രദ്ധിക്കണമെന്നാ പറയുന്നത്? ശിർക്ക് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഗൗരവപ്പെട്ട കാര്യം അതാ, നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് ലോകത്തെ വഴിതെറ്റിക്കാൻ ഇബ്ലീസ് ശ്രമിക്കും. എവിടെ അതാണ്. ഈ സീരിയലുകളും പ്രേമരംഗങ്ങളൊക്കെ കണ്ടിട്ട് ആളുകൾ ഒളിച്ചോടാണ്. ഓരോരുത്തന്മാരെ പിന്നാലെ ഇറങ്ങി ഓടുന്നു, ഓരോരുത്തന്മാരുടെ പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു. വളരെ പിഴച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുന്നു. എന്താ കാരണം? സ്വർഗപാതയിലേക്ക് എത്താൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാർഗങ്ങളെ കുഴിച്ചു മൂടിയിട്ട് ഇബ്ലീസ് ഉണ്ടാക്കിയ നിയമങ്ങളുടെ പിന്നാലെ പോയി. അതാണ് പ്രശ്നമായത്. ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടണോ? ഇസ്ലാമിന്റെ സുന്ദരമായ യഥാർത്ഥമായ വിഷയങ്ങളിലേക്ക് മടങ്ങി വരണം. അതിനെന്താ ആവശ്യം? അതിന് ഇൽമു വേണം. ഏതാ വേണ്ടത് വേണ്ടാത്തതും തിരിച്ചറിയണമെങ്കിൽ ഇൽമു വേണ്ടേ? ഇൽമില്ലാത്തൊരു കാലഘട്ടം, ജാഹിലീങ്ങൾ മാത്രം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാമെന്നാകും. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇൽമു വേണം. ഇൽമു വേണമെങ്കിൽ നമ്മുടെ മക്കൾ മതബോധമുള്ളവരാകണം. ഏത് രൂപത്തിൽ നമ്മുടെ മക്കൾ ഉയർന്നാലും മതബോധം നമ്മുടെ മക്കൾക്ക് കിട്ടിയേ പറ്റൂ. ഖുർആൻ അവര് പഠിച്ചോളണം, ഹദീസ് അവര് പഠിച്ചോളണം. പ്രിയപ്പെട്ടവരെ, ഈ പ്രോഗ്രാമിന് ഇവിടെ നടക്കുമ്പോൾ തന്നെയും നിങ്ങൾക്കറിയില്ലേ, ഇവിടെയുള്ള അൻസാർ അറബിക് കോളേജിന്റെ ഒരു വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ? അതാ, ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്കൊക്കെ സുപരിചിതമല്ലേ? നമ്മുടെ മക്കൾ അതിന് തയ്യാറുള്ളവരായ ആളുകൾ ആ രൂപത്തിലതാ നമ്മുടെ മക്കൾ ഇങ്ങനെ അറബി പഠിക്കുന്നത് മോശമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അറബി പഠിക്കുന്നത് മോശമാണ് ചിന്തിച്ചുകൂടാ. അറബി ലോക ഭാഷയാണ്. ലോകത്തെവിടെ പോയാലും അറബി ആവശ്യമുണ്ട്. അറബി ഭാഷയോട് പുച്ഛം വേണ്ട. ഖുർആനും ഹദീസും ഇനി ഒരു കോളേജിലേക്ക് തന്നെ അയച്ചിട്ട ഒരാൾക്ക് സാധ്യമല്ലെങ്കിൽ, അതേ മക്കളെ നമുക്ക് വീട്ടിലോ അതല്ലെങ്കിൽ നമ്മുടെ പള്ളികളിലോ കോളേജുകളിലോ ഒക്കെയുള്ള സ്പെഷ്യൽ അവർക്ക് നൽകുന്ന മതപരമായ വിജ്ഞാനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിക്കൂടാ. മതബോധം ആവശ്യമാണ്. ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ആവശ്യമാണ്. പണ്ഡിതന്മാര് വളർന്നു വരേണ്ടതില്ലേ? നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ ഇസ്ലാം ശരിക്ക് മനസ്സിലാക്കിയിട്ട് അവരധ്വാനിച്ചത് കൊണ്ടല്ലേ നമുക്കിന്ന് ഇസ്ലാം കിട്ടിയത്. നമ്മളിനിട്ടെറിഞ്ഞ് ഒഴിവാക്കി പോയാൽ എനിക്ക് രംഗത്ത് വരാൻ പറ്റില്ല, എനിക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് താല്പര്യമില്ല, അത് ചില ആളുകൾ ചെയ്യട്ടെ, ഞാൻ അതിലേക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് മാറി നിന്നാൽ നമ്മുടെ വരാൻ പോകുന്ന തലമുറക്ക് ഇസ്ലാം കിട്ടുമോ? നമ്മെപ്പോലെ നമ്മുടെ മുൻഗാമികളും ചിന്തിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഇസ്ലാം പഠിക്കാൻ അവസരം കിട്ടുമായിരുന്നുവോ? ഇല്ലല്ലോ. അതുപോലെ ചിന്തിച്ചോ. നമ്മൾ വരുന്ന തലമുറക്ക് കൈമാറാൻ ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് ആവേശപൂർവ്വം ഇറങ്ങിയാലല്ലാതെ ഈ ദീനിവിടെ നിലനിൽക്കൂല. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് ഇസ്ലാം എന്താണെന്ന് പഠിച്ചോളണം. പഠിച്ച ഇസ്ലാം എത്തിച്ചു കൊടുക്കണം. പലർക്കും അതിന് മടിയാണ്. ഒരാള് തെറ്റ് ചെയ്യുന്നത് കണ്ടാലും എതിർക്കൂല. അവന്റെ ഫ്രണ്ട്ഷിപ്പ് മുറിഞ്ഞു പോകുവാനാ പേടി. തെറ്റ് ചെയ്യുന്നത് കണ്ടാ പറയൂല, എതിർക്കൂല. കാരണം എന്താ? ഞാനത് പറഞ്ഞാൽ അവൻ എന്നോട് വെറുപ്പാവൂലേ?
ഓ പ്രിയപ്പെട്ട സഹോദരാ, അള്ളാനെ വെറുപ്പിച്ചുകൊണ്ട് ആളുകളുടെ സ്നേഹം വേണോ? അള്ള വെറുത്തിട്ട് ലോകം മുഴുവൻ നമ്മെ സ്നേഹിച്ചിട്ടെന്താ ഫലം? അതേ അവസരത്തിൽ ലോകം മുഴുവൻ വെറുത്താലും അള്ള നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ. റബ്ബ് നമ്മെ ഇഷ്ടപ്പെടുന്നു, എല്ലാവരും വെറുക്കുന്നു, അതല്ലേ നമുക്ക് വേണ്ടത്? ഇനി അള്ള വെറുത്തിട്ട് ലോകം മുഴുവൻ നമ്മെ സ്നേഹിച്ചിട്ടെന്ത് പ്രയോജനമാണുള്ളത്? അതുകൊണ്ട് ആരുടെ സ്നേഹ വേണ്ടത്? അള്ളാന്റെ സ്നേഹം. അള്ള നമ്മളെ സ്നേഹിക്കട്ടെ, അള്ള നമ്മളെ ഇഷ്ടപ്പെടട്ടെ. അതിന് എന്തു വേണം? അള്ളാടെ ഇഷ്ടം നോക്കിയിട്ട് ജനങ്ങളുടെ ഇഷ്ടം നോക്കേണ്ടതില്ല. ഞാനിപ്പൊ തന്നെ എത്രയോ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇതൊക്കെ ഇവിടെ കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുഴുവനും എന്റെ ശബ്ദം ശ്രവിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വലിയ ഇഷ്ടമായി എന്നൊന്നും ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷേ മുസ്ലിം അതല്ലല്ലോ നോക്കേണ്ടത്. ആളുകൾ ഇഷ്ടപ്പെടട്ടെ, ഇഷ്ടപ്പെടാതിരിക്കട്ടെ, എന്റെ റബ്ബിന്റെ ഇഷ്ടമാണ് ഞാൻ ഉദ്ദേശിക്കേണ്ടത്. ആ റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് പറയേണ്ടത് പറഞ്ഞാലല്ലാതെ, പ്രവർത്തിക്കേണ്ടിടത്ത് പ്രവർത്തിച്ചാലല്ലാതെ ഇസ്ലാം നിലനിൽക്കുമോ? നമ്മളതിന് തയ്യാറില്ലെങ്കിൽ നമ്മളെ അങ്ങ് നരകത്തിലേക്ക് മാറ്റിയിട്ട് തയ്യാറുള്ള ഒരു സമൂഹത്തെ അള്ള കൊണ്ടുവരും കേട്ടോ. പക്ഷേ പരാജയവും നഷ്ടവും നമുക്കായിരിക്കും. നമ്മളാരും തയ്യാറില്ല എന്ന് വിചാരിച്ച് ഇസ്ലാം ഇവിടുന്ന് പൊളിയൊന്നുമില്ല. അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. നമ്മളാരും ഇസ്ലാമിക ദഅവത്തിന് തയ്യാറില്ല. ഞാൻ ഇതിനൊന്നും തയ്യാറില്ല. അള്ളാന്റെ ദീൻ ഇവിടെ അള്ള നിലനിർത്തും. പക്ഷെ നഷ്ടായിരിക്കാം നമുക്ക്. തയ്യാറില്ലാത്തവരെ മാറ്റി അങ്ങ് നരകത്തിലേക്ക് വലിച്ചിട്ടിട്ട് തയ്യാറുള്ളൊരു ഖൗമിനെ റബ്ബ് കൊണ്ടുവരുന്ന ഖുർആൻ പറയുന്നത്. നിങ്ങളാണ് പിന്തിരിഞ്ഞു പോയാൽ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും സുമ്മ ലാ യകൂനു അംസാലക്കും, മറ്റൊരു ജനതയെ നാം ഇങ്ങ് പകരം കൊണ്ടുവരും. അവര് നിങ്ങളെപ്പോലെ ആവില്ല. അവര് വലിയ ധീരന്മാരായിരിക്കും, ചുണക്കുട്ടികളായിരിക്കും. തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ ഞാൻ മുമ്പിൽ എന്ന് പറഞ്ഞ് ആവേശത്തോടെ അവർ മുന്നേറി സ്വർഗത്തിലെത്തും. നിങ്ങളോ എനിക്കിതിനൊന്നും താല്പര്യമില്ല, ഒഴിവില്ല, ബിസിയാണെന്ന് പറഞ്ഞ് പിറകോട്ടടിച്ചാലോ നരകത്തിലേക്കങ്ങ് വീണു എന്നതല്ലാതെ അള്ളാന്റെ ദീനിനൊരു പോറലും ഏൽക്കില്ല. അതിവിടെ നിലനിൽക്കും. പക്ഷേ നമ്മുടെ കാര്യത്തിന്, നമ്മുടെ രക്ഷയ്ക്ക്, നമുക്ക് സ്വർഗബാധയല്ലേ നമ്മുടെ വിഷയം. നമുക്ക് സ്വർഗത്തിലെത്തണോ എങ്കിലത് ചെയ്തേ പറ്റും. അല്ലെങ്കിൽ എല്ലാവരും നഷ്ടത്തിലാണ്. വല്ലസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എല്ലാവർക്കും അറിയാവുന്ന കൊച്ചു അധ്യായമല്ലേ. പരിശുദ്ധ ഖുർആനിൽ 2 വരിയല്ലേ ആ സൂറത്തുള്ളൂ. പക്ഷേ എത്ര വലിയ ആശയമാണത്. കാലഘട്ടം തന്നെയാണ് സാക്ഷി. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എല്ലാ മനുഷ്യരും പരാജയത്തിലാണ്. പരാജയത്തിൽ നിന്ന് വിജയത്തിലെത്താൻ 4 കാര്യങ്ങൾ വേണം. അതെന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് സർവ്വശ്രോതാക്കളും ചിന്തിച്ചോ. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. 4 ഉണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പാത ശരിയായി കിട്ടും. ഇല്ലെങ്കിലോ നരകത്തിലാ. ഏതാ 4? ഇല്ലല്ലദീന ആമനൂ, വിശ്വസിച്ചവരൊഴികെ. ഞാനും നിങ്ങളും പരിശോധിക്കുക, നമ്മുടെ ഈമാൻ ശരിയാണോ, വിശ്വാസം ശരിയാണോ. വഅമിലുസ് സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ഒഴികെ അവർക്കും രക്ഷയുണ്ട്. നാം ചിന്തിക്കുക, ഈമാനുള്ള ഞാന് അതനുസരിച്ച് ചെയ്യുന്നുണ്ടോ, അതോ വാക്കൊന്നും പ്രവൃത്തി വേറൊന്നുമാണോ? ഞാൻ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാണോ? അതുകൊണ്ടും സ്വർഗത്തിലെത്തില്ല. 3-മതെന്താണ്? വതവാസൗ ബിൽ ഹഖ്, അതാ നീ മാത്രം ഈമാന് പഠിച്ച്, നീ മാത്രം സൽക്കർമ്മം പഠിച്ച് നടന്നാ മതിയോ? ഇല്ല, അതറിയാത്തവർക്ക് നീ എത്തിച്ചു കൊടുത്തോളണം. നീ മനസ്സിലാക്കിയ ഹഖ് നീ പരസ്പരം ഉപദേശിച്ചോ. അത് ഉപദേശിക്കാത്തവന് രക്ഷയില്ല, ഉപദേശിച്ചവനാണ് രക്ഷയുള്ളത്. അത് ഉപദേശിക്കുമ്പോ, അത് ഉപദേശിക്കാൻ ഇറങ്ങിയാല് ഇതുവരെ ചിരിച്ചിരുന്നവൻ ചിരി നിർത്തും. ഇതുവരെ കണ്ടാൽ റെസ്പെക്ട് കാണിച്ചിരുന്നവൻ റെസ്പെക്ട് കാണിച്ച് മുഖം കോട്ടി ദേഷ്യം കാണിക്കും. ഇതുവരെ നീയുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നവന്റെ ഫ്രണ്ട്ഷിപ്പ് അവൻ അറുത്തുമുറിക്കും. ഇതുവരെ നിനക്ക് സ്ഥാനം നൽകിയിരുന്നവർ നിന്നെ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടും. അതൊക്കെ സഹിക്കാൻ തയ്യാറുണ്ടോ? അതൊക്കെ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ? എങ്കിലേ സ്വർഗമുള്ളു. വതവാസൗ ബിസ്സബ്ർ, സഹിക്കാനും പരസ്പരം ഉപദേശിക്കണം. ഈ 4 ഉണ്ടെങ്കിലേ സ്വർഗത്തിലെത്തൂ, ഇല്ലെങ്കിൽ നരകത്തിലാൽ.
ഇനി ചിന്തിച്ചോ. ഇസ്ലാം നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെക്കുന്ന ഇസ്ലാം നമ്മൾ മാത്രം കേട്ടാൽ മതിയോ? അത് കേട്ടിട്ടില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കൽ എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണോ അല്ലേ എന്ന് ഈ ആയത്തിനെപ്പറ്റി 100 വട്ടം ചിന്തിച്ച് തീരുമാനമെടുത്തോ പ്രിയപ്പെട്ട സഹോദര സഹോദരി. നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. നമുക്കല്ലാതെ രക്ഷയില്ല, നമുക്കല്ലാതെ ഒരു മാർഗമല്ല. അതുകൊണ്ട് ആ ഒരു വഴിയിലേക്ക് ചിന്തിക്കാതെ നമുക്ക് രക്ഷയില്ല. അതിന് നമ്മൾ എന്ത് വേണം? ശരിയായ അർത്ഥത്തിൽ തന്നെ ഇസ്ലാമിനെ ഉൾക്കൊള്ളണം. ഖുർആൻ ക്ലാസുകളിൽ ചേരണം, ഖുർആൻ അർത്ഥസഹിതം പഠിക്കണം, ഹദീസുകളും പഠിക്കണം. കാരണം എന്താണ്? ഖുർആൻ കൊണ്ട് മാത്രം ഇസ്ലാം മനസ്സിലാകുമോ? ഇല്ല, ഹദീസും വേണം. ഹദീസില്ലാതെ ഇസ്ലാം മനസ്സിലാകുമോ? നമ്മളൊരു ഖുർആൻ ഇങ്ങനെ നിവർത്തിവെച്ച് അതിന്റെ ഭാഷാർത്ഥം മനസ്സിലാക്കാൻ, മറ്റേതെങ്കിലും അതിന്റെ ഭാഷാർത്ഥം മനസ്സിലാക്കാൻ ഒരു ഡിക്ഷണറിയും മറിച്ചു വെച്ചാൽ ഇസ്ലാം തിരിയുമോ? ഇല്ല. ഖുർആനിൽ നിസ്കരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, നിസ്കാരത്തിന്റെ രൂപം പറഞ്ഞിട്ടില്ല. ഖുർആനിൽ ഹജ്ജ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഹജ്ജിന്റെ എ മുതൽ സെറ്റ് വരെയുള്ള നിയമങ്ങൾ ഖുർആനിലില്ല. അതൊക്കെ കിട്ടുന്നത് ഹദീസിൽ നിന്നാണ്. അതുകൊണ്ട് ഖുർആൻ സ്വീകരിക്കുന്നുണ്ടോ? ഹദീസും മുഴുവനും സ്വീകരിച്ചേ പറ്റൂ. എനിക്ക് പറ്റാത്ത ഹദീസ് എന്ന് പറഞ്ഞ്, എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സ്വഹീഹായ ഏതെങ്കിലും ഒരു ഹദീസിനെ ആരെങ്കിലും നിഷേധിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും അതെന്റെ ബുദ്ധിക്ക് കൊള്ളുന്നില്ലെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഏതെങ്കിലും ഒരു ഹദീസിനെ ആരെങ്കിലും തള്ളിയാൽ സ്വർഗത്തിലേക്ക് എത്തൂല, നരകം തന്നെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും സത്യസന്ധമാണെന്ന് വിശ്വസിച്ചോളണം. ചില ആളുകൾക്ക് പലതും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സ്വർഗമുണ്ടെന്ന് അതിപ്പോ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സ്വർഗത്തിലേക്ക് അതാ അവിടെയുള്ള സൗകര്യങ്ങൾ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഖബറിൽ ശിക്ഷയുണ്ട് മുസ്ലിമീങ്ങളെ എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതാ പരലോകത്ത് അതാ സ്വർഗത്തിലെത്തുന്നതിന്റെ മുമ്പേ ഒരു പാലത്തിലൂടെ മുന്നേറേണ്ടതുണ്ട്. സിറാത്ത് പാലം എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ചിലരുടെ ബുദ്ധി സമ്മതിക്കുന്നില്ല. കർമ്മങ്ങൾ തൂക്കുന്ന തുലാസുണ്ടെന്ന് പറയുമ്പോ, മീസാനുണ്ടെന്ന് പറയുമ്പോ അത് ഉൾക്കൊള്ളാൻ ചിലരുടെ ബുദ്ധിക്ക് സാധിക്കുന്നില്ല. ദജ്ജാലിനെ കുറിച്ച ഹദീസുകൾ ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ എത്രയോ സ്വഹീഹായ സംഭവങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ ഹദീസുകളെ നിഷേധിച്ചുകൊണ്ട് അതൊന്നും ഞങ്ങളുടെ ബുദ്ധിക്ക് തള്ളൂ, ഞങ്ങൾ പറ്റൂല, ബുഖാരിയിലൊക്കെ തെറ്റാണ്, മുസ്ലിമിലൊക്കെ തെറ്റാണ്, ബുഖാരി ആരാണ്, അയാൾക്ക് തെറ്റുപറ്റൂലേ എന്നൊക്കെ പറഞ്ഞ് ബുഖാരിയെ പോലും തള്ളിക്കൊണ്ട്, ഹദീസുകളെ പോലും തള്ളിക്കൊണ്ട് ഇങ്ങനെ മുസ്ലിമീങ്ങളായി ജീവിക്കാമെന്ന് പറയുന്ന ആരെങ്കിലുമുണ്ടോ? ചേകന്നൂരികളായാലും അതെ അവരുടെ ഖുർആൻ എന്ന് പേര് പറഞ്ഞാലും, ബുദ്ധിജീവികളാണ് ഞങ്ങളെന്ന് പേര് പറഞ്ഞാലും, എന്തൊക്കെ പേര് പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരൊറ്റ ഹദീസിനെങ്കിലും ആരെങ്കിലും പുച്ഛിച്ച് സംസാരിക്കുന്നുവെങ്കിൽ, പരിഹസിക്കുന്നുവെങ്കിൽ അവന്റെ സ്വർഗപാത എളുപ്പമല്ല. വളരെ ശ്രദ്ധിച്ചോളണം. കാരണം ഈ ഖുർആൻ നമുക്ക് മനസ്സിലാകേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെ വ്യാഖ്യാനം കൊണ്ടാണ്, അതില്ലാതെ സ്വീകാര്യമല്ല. ഇതെന്റെ മുസ്ലിമീങ്ങൾ നന്നായി മനസ്സിലാക്കിക്കൊള്ളണം. കാരണം ഹദീസുകളെ പുച്ഛിക്കുന്ന കക്ഷികളുണ്ട്, ഹദീസുകളെ പരിഹസിക്കുന്ന കക്ഷികളുണ്ട്, ഹദീസുകളെ പരിഹസിക്കുന്ന വിമർശിക്കുന്ന ആളുകളുണ്ട്. പെട്ടുപോകരുത് മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് ഇസ്ലാം മനസ്സിലാകണോ? ഖുർആൻ പഠിച്ചോളണം, ഹദീസ് പഠിച്ചോളണം. ആ രൂപത്തിൽ തന്നെ മുന്നേറണം. അങ്ങനെ യഥാർത്ഥമായ ഒരു തലമുറ വളർന്നു വരണം. അങ്ങനെ ശരിയായ നിലക്ക് ഖുർആനിനെയും ഹദീസിനെയും സ്വഹാബത്തും താബീഈങ്ങളുമൊക്കെ മനസ്സിലാക്കിയതുപോലെ അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ യഥാർത്ഥമായ നിലക്ക് ദഅവത്ത് നടത്തുന്ന ഒരു സംഘം ലോകത്തുണ്ടായാൽ അത് എത്ര വലിയ ബർക്കത്താണ്, എത്ര വലിയ പുണ്യകർമ്മമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണം, നിങ്ങൾ സഹകരിക്കണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നാം നമ്മുടെ
നമ്മുടെ വീടുകളിൽ എപ്പോഴും ഇസ്ലാമിന്റെ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കണം. ഖുർആൻ ഓതാത്ത ദിവസമുണ്ടാകരുത്. അതാ മുസ്ലിമേ, നമ്മുടെ വീട്ടിൽ വെച്ച് ഖുർആൻ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കണം. ഖുർആൻ ഓതുന്ന വീട്ടിൽ ശൈത്താന് പ്രവേശനമില്ല. ബിസ്മി ചൊല്ലിക്കൊണ്ടല്ലാതെ വീട്ടിലേക്ക് കയറരുത്. ബിസ്മി ചൊല്ലിയിട്ട് വീട്ടിലേക്ക് കയറിയാൽ ശൈത്താൻ പുറത്ത് തന്നെ. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലിക്കോളണം, അതല്ലെങ്കിൽ കൂടെ ശൈത്താനും കഴിക്കുമെന്നാണ്. ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കല്ല, ഇടത്തെ കൈകൊണ്ട് ഭക്ഷിക്കല്ല, ശൈത്താന്റെ പണിയാണതെന്ന് ഹദീസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശൈത്താന്മാരുടെ സർവ്വശറിൽ നിന്നും രക്ഷ നേടണോ, അല്ലാഹു പഠിപ്പിച്ച ദിക്റുകളിൽ അഭയം തേടിക്കോ, ഇസ്ലാം പഠിപ്പിച്ച മാർഗങ്ങളിലേക്ക് പോയിക്കോ. അതല്ലാതെ ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നൂലുകെട്ടലല്ല, മന്ത്രിച്ച് നൂലുകെട്ടലല്ല, ചരട് കഴുത്തിൽ കെട്ടലല്ല, ചരട് അരയിൽ കെട്ടലല്ല, വീട്ടിന്റെ നാലുഭാഗത്തും കുപ്പി തൂക്കലല്ല, തകിട് ഫ്രെയിം ചെയ്തിട്ട് ഷോപ്പിലോ വീട്ടിലോ വെക്കലല്ല, തകിടും അതുപോലെ തന്നെ ഉറുക്കും നെറുക്കും ഏലസുമൊക്കെ എഴുതിയിട്ട് അത് ശരീരത്തിൽ കെട്ടിയിട്ടോ തലയിണയുടെ അടിയിൽ വെച്ചിട്ടോ ബെഡ്റൂമിൽ വെച്ചതുകൊണ്ടോ സമാധാനം കിട്ടില്ല. സമാധാനം വേണോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് അടക്കം കിട്ടുന്നത്, മനസ്സിന് ശാന്തി ലഭിക്കുന്നത് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ ദിക്റ് കൊണ്ടാണ് കേട്ടോ. ആ ദിക്റുകളുടെ കൂട്ടത്തിൽ ഹാ ഹീ ഹൂ ഹയ്യുൻ ഇല്ല, ലാ ലാ എന്ന ദിക്റില്ല, അല്ലാ അല്ലാ എന്ന ദിക്റില്ല, ഇല്ല ഇല്ല എന്ന ദിക്റില്ല, ഹീ ഹം എന്ന ദിക്റില്ല, ആഹ് ആഹ് എന്ന് പറയുന്ന ദിക്റില്ല. അല്ലാഹു പഠിപ്പിച്ച ദിക്റല്ലാതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റല്ലാതെ ഇബ്ലീസ് ഉണ്ടാക്കിയ ദിക്റുകളിലേക്ക് പോകണ്ട. ലാ കണ്ണയില്ലല്ലാ, ലാ മൂക്കയില്ലല്ലാ, ലാ നാക്കയില്ലല്ലാ എന്നൊക്കെ ചില ഔലിയാക്കന്മാരെന്ന് പറയുന്നവര് ചില ദിക്റുകൾ ഇറക്കിയിട്ടുണ്ട് പോലും. ഓ മുസ്ലിമേ, പെട്ടുപോകല്ല. മുസ്ലിമീങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലാണ് നേതാവ്. അതല്ലാതെ അനിസ്ലാമികതകൾ പഠിപ്പിക്കുന്ന ഒറ്റൊരുത്തനും മുസ്ലിമിന്റെ നേതാവാകാൻ കൊള്ളില്ല. ഇതാ മനസ്സിലാക്കേണ്ടത്. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ, സ്വർഗത്തിലേക്ക് പോകണോ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ ലോക നേതാവിനെ നേതാവായി കാണണം. അവിടുത്തോട് മഹബത്ത് വേണം, അവിടുത്തോട് സ്നേഹം വേണം, അവിടുത്തോട് ആദരവ് വേണം. അതെങ്ങനെ? അത് അങ്ങാടിയിൽ ഇറങ്ങി മുഹമ്മദ് നബി സിന്ദാബാദ് പറയലല്ല. അവിടുന്ന് പഠിപ്പിച്ചതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരിക, അവിടുന്ന് വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുക, ആർക്കിഷ്ടമല്ലെങ്കിലും അങ്ങനെ തന്നെ ജീവിക്കുക. അതാണ് മാർഗം, അതാണ് സ്വർഗപാത, അതാണ് അല്ലാഹുവിലേക്ക് എത്താനുള്ള മാർഗം. ഖുൽ നബിയേ പറയൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ നബിയായ എന്നെ നിങ്ങൾ പിൻപറ്റൂ. എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്, നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരുന്നതാണ്. അല്ലാഹു പാപം പൊറുത്തു തന്നാലല്ലേ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂ. അതിനാൽ എന്റെ സഹോദരങ്ങളോടും എന്നോടും പറയാനുള്ളത്, സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരാൻ കാരണമായത് തിന്മയാണെങ്കിൽ ആ തിന്മകൾ ധാരാളം ചെയ്താൽ ഇനി അങ്ങോട്ട് പ്രവേശനമില്ല. തിന്മകൾ പറ്റിപ്പോയെങ്കിൽ തൗബ ചെയ്തുകൊണ്ട് മരണം വരെ നല്ല വിശ്വാസവും നല്ല കർമ്മങ്ങളും നല്ല ആചാരങ്ങളും നല്ല സ്വഭാവങ്ങളുമായിട്ട് മുന്നേറിയാൽ സ്വർഗം നമുക്കുള്ളതാണ്. ആ രൂപത്തിൽ നമ്മൾ അല്ലാഹുവിനോട് ദിനേന സ്വർഗത്തിന് ചോദിച്ചാൽ, ദിനേന നരകത്തിയിൽ നിന്ന് കാവല് ചോദിച്ചാൽ അർഹമുർ റഹീമീനായ റബ്ബ് നമുക്കത് തരും. നമുക്ക് റബ്ബ് സ്വർഗം തരും. അല്ലാഹുവേ, ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. റബ്ബേ, അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു, നരകത്തിയിൽ നിന്ന് കാവല് ചോദിക്കുന്നു. നമ്മുടെ മക്കൾ അത് പ്രാർത്ഥിക്കട്ടെ, നാം അത് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൽ ആ പ്രാർത്ഥന വേണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? ആരോഗ്യം തരണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കാറില്ലല്ലോ.
രോഗിയായാൽ ചികിത്സിക്കാൻ പോകില്ലേ? ഡോക്ടറെ തിരഞ്ഞു പോകാറില്ലേ? ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം കഴിക്കില്ലേ? അതിനാവശ്യമായ മരുന്ന് കൊടുക്കില്ലേ? അതേപോലെ തന്നെ റബ്ബേ സ്വർഗം തരണേ എന്ന് പ്രാർത്ഥിച്ച് വെറുതെ ഇരുന്ന സ്വർഗം കിട്ടൂല. സ്വർഗം കിട്ടാൻ ആവശ്യമായ ഇൽമ നേടിക്കോ, അമലി ചെയ്തോ, വിശ്വാസം ഉൾക്കൊണ്ടോ, ചെയ്യേണ്ടത് ചെയ്തോളൂ. അതല്ലാതെ വെറുതെ അങ്ങ് സ്വർഗത്തിൽ കയറാമെന്ന് വിചാരിക്കണ്ട. എന്താ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നാ, നിങ്ങൾ സ്വർഗത്തിൽ അങ്ങ് പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നുവോ? നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്ക് വന്നതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളുമൊന്നും വരാതെ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഖുർആനിന്റെ ചോദ്യമാണ്. ഖുർആൻ പല ആവർത്തി ചോദിച്ചതാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ട് സഹിക്കണം. സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ ത്യാഗം സഹിക്കണം. ത്യാഗം സഹിക്കുന്ന ത്യാഗികൾക്കല്ലാതെ സ്വർഗം കിട്ടില്ല. നരകത്തിൽ പോകാൻ ത്യാഗം വേണ്ട. തോന്നിയതുപോലെ ജീവിച്ചു കൊടുത്താൽ മതി, തോന്നിയതുപോലെ അങ്ങ് ഒഴുകിക്കൊടുത്താൽ മതി. നരകത്തിലെത്താൻ അധ്വാനിക്കേണ്ടതില്ല. പക്ഷേ സ്വർഗത്തിലെത്തണോ അധ്വാനിച്ചേ മതിയാകൂ, ത്യാഗം സഹിച്ചേ മതിയാകൂ, ബുദ്ധിമുട്ട് സഹിച്ചേ മതിയാകൂ, പ്രയാസങ്ങൾ അനുഭവിച്ചേ മതിയാകൂ. അതുകൊണ്ട് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എനിക്ക് സ്വർഗം വേണം എന്ന പ്രതീക്ഷയോടെ, മോഹത്തോടെ, പ്രാർത്ഥനയോടെ, അതിനനുസരിച്ച പ്രവർത്തനത്തോടെ തന്നെ മുന്നോട്ട് പോകണേ. എന്നോടും സർവ്വ മുസ്ലിമീങ്ങളോടും ഉണർത്തുന്നു. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചുപോയ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും. എല്ലാം റബ്ബിനോട് പറയുക, അവൻ പുറത്തു തരും. എത്രയോ രോഗികൾ അവരുടെ രോഗാവസ്ഥകൾ അറിയിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ നമ്മളോട് പലരും പറയാറുണ്ട്. സഹോദരങ്ങളെ, സാന്നിധ്യത്തിലില്ലാത്ത, സ്ഥലത്തില്ലാത്ത സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. നമുക്കും അതുപോലത്തെ ഖൈറുണ്ടാവട്ടെ എന്നവർ ആശംസ പറയുന്നുണ്ട്. നമ്മിൽ എത്രയോ രോഗികളുണ്ട്, ആസ്പത്രികളിലും വീടുകളിലുമൊക്കെയായി. അല്ലാഹുവേ, നീ രോഗികൾക്ക് ശമനം നൽകണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും, ഫസാദുകളിൽ നിന്നും, നാശങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ സന്താനങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ഉറച്ചു നിൽക്കാൻ നാഥ നീ എല്ലാ നിലക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ഇസ്ലാമികമായ രംഗത്ത് കൂടുതൽ ആവേശത്തോടുകൂടെ പ്രവർത്തിക്കുവാനുള്ള സന്മനസ്സും ധൈര്യവും ആരോഗ്യവും നാഥ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. നാഥ, നിന്റെ സ്വർഗലോകത്തേക്ക് നീ ഞങ്ങൾക്ക് പ്രവേശനം നൽകണമേ. നാഥ, നരകശിക്ഷയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ. നാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നീ നിന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് ചേർക്കണമേ. നാഥ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.